നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് വീണ് പറയാൻ വന്നേ? എന്തോന്നും മിണ്ടാത്തെ? മോൾക്കെന്നെ മനസ്സിലായോ? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. സോറി മോളെ. സത്യം പറഞ്ഞ പിന്നീട് ഒരിക്കൽ കൂടി മോളെ കാണണമെന്നും ക്ഷമ പറയണമെന്നും ഒക്കെ തോന്നിയത്. എന്തു പറഞ്ഞിട്ടാ പിന്നെയും വരികയെന്ന് അറിയില്ലായിരുന്നു. നിത്യമോളെ, ഞങ്ങൾ തമ്മിലൊരു പഴയ കടമുണ്ട്. ജീവന് വേണ്ടി വീണെ പെണ്ണ് കണ്ടിട്ടുണ്ട് ഞങ്ങള്. എനിക്കറിയാം, ജ്യോതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇവരുടെ കല്യാണത്തിന് ഞാൻ വിളിക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പരസ്പരം അറിയില്ലേ, അല്ലേ മോളെ? പറയാം. നിത്യ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. താഴെ തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓക്കെ. ഓരോരുത്തർക്ക് ഓരോ രീതികളാ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മോളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാ ആ കുട്ടിയോടും ജീവൻ ചോദിച്ചത്. മോൾ അതിനൊക്കെ പക്വമായി മറുപടി പറഞ്ഞു. ആ കുട്ടി ദേഷ്യത്തോടെയും. അതങ്ങനല്ലേ വരൂ. എനിക്ക് നിന്നെയാണല്ലോ കിട്ടേണ്ടത്. ശരി മോളെ, പോയി നോക്കിയിട്ട് വാ. ജീവ. അമ്മേ, ശരിക്കും ഞാൻ പേടിച്ചമ്മേ. ഏട്ടൻ പെണ്ണ് കാണാൻ പോയ രണ്ടുപേരും ഒന്നിച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ രസമായിരുന്നല്ലേ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഞാൻ അച്ഛനുള്ള ഡ്രസ്സ് എടുക്കട്ടെ? അച്ഛാ, ഇങ്ങൊന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ വെറുതെ ഒന്ന് ബോറടിക്കണ്ട. അവന് വല്ലാത്ത മാറ്റമുണ്ടല്ലേ. എന്റെ കരുതലാണ് എല്ലാവരെയും. എടാ അരിമോനെ, നീ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ഞാൻ അവളെ അമ്മാവ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഫോൺ എടുത്താലല്ലേ? നാണം കെടുവല്ലോ ഈശ്വര. അല്ല, നമ്മളോട് പറഞ്ഞത് പോട്ടെ, അവരുടെ മുന്നിലൊന്ന് വന്ന് നിൽക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അവര് മാന്യവും മര്യാദയുള്ള കുടുംബക്കാരാ. ഇതിപ്പോ എന്താ അവരോട് പറയുക? ഹരി, എന്താടാ? എടാ, പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞിട്ടാ വീണ പോയത്. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതിനാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? അമ്മയും അച്ഛനും വന്നത് അമ്മാവനെ കാണാനാ, കാര്യങ്ങൾ സംസാരിക്കാനാ. അത് സംസാരിച്ചല്ലോ. അച്ഛനും അമ്മയും കാണാത്താണോ വീണേ? മോനെ, എന്നാലും അവർക്കെന്ത് തോന്നുമെന്നാണ് അമ്മാവൻ വിചാരിക്കുന്നത്? അതല്ല. ഒരു കുഴപ്പവും ഇല്ല. ഓ, അച്ഛൻ അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ട്, രജിസ്ട്രേഷന്റെ കാര്യത്തിന്. എടാ, നമ്മുടെ വടക്കേടത്തുകാരുടെ മുന്നിൽ കിടക്കുന്ന പറമ്പില്ലേ, അത് മുമ്പ് കച്ചവടമായി, കാശൊക്കെ വാങ്ങിച്ചതാ. രജിസ്ട്രേഷൻ ഇന്നാ നടത്തുന്നത്. അതാ അച്ഛൻ തിരക്ക് പിടിക്കുന്നത്. എന്നാ പിന്നെ അമ്മാവ നമുക്ക് ഇവരെ അങ്ങ് യാത്രയാക്കിയാലോ? പിന്നെന്താ, വാ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.